സമ്പന്നമായ 20-ാം നൂറ്റാണ്ട്. മലയാള ചലച്ചിത്ര ശാഖയുടെ യാത്രയിലും ഇതേ പേരിൽ പിറന്ന ചലച്ചിത്രം അന്നുവരെയുള്ള ആക്ഷൻ ത്രില്ലർ സിനിമകളുടെ സഞ്ചാരപാതയിൽ നിന്നും മാറി യാത്ര ചെയ്ത് ചരിത്രം കുറിച്ചു. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. എസ്.എൻ. സ്വാമിയുടെ തിരക്കഥയിൽ സംവിധായക പ്രതിഭ കെ. മധുവിന്റെ ഫ്രെയിമുകളിലൂടെ സഞ്ചരിച്ച 20-ാം നൂറ്റാണ്ടിലെ ഭരത് മോഹൻലാൽ ജീവൻ പകർന്ന സാഗർ ഏലിയാസ് ജാക്കിയുടെ ജീവിതകഥയിലൂടെ ഒരു യാത്ര. കോശിച്ചായോ, നമ്മൾ ദുബായിലേക്ക് അയക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഈ പെട്ടി കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയം തോന്നിയാലോ? നമ്മുടെ പിള്ളേരല്ലേ, കാമാന്നൊരക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളും. അയ്യോ, ഗാഡി ഗിരിച്ച ഓടിക്കോ. അല്ലടാ, ഇത് ഞാൻ തന്നെയാ, എൻ്റെ സൗണ്ട് മാറിയതാ. മനുഷ്യനെ പേടിപ്പിക്കാൻ. അല്ല, ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും ഡൗട്ട് തോന്നിയാലോ? നോർമൽ കേസിൽ ഈ പെട്ടി ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ ശേഖരൻ കുട്ടിയല്ലേ കൂടെയുള്ളത്. ദുബായിലേക്ക് ഈ പെട്ടി എത്തിയാൽ നമുക്ക് കിട്ടുന്നത് വലിയൊരു പ്രതിഫലമായിരിക്കും. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അച്ചായോ, പണി കിട്ടി സാഗർ. സാഗർ പ്ലീസ്, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ശേഖരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കാലം ഒത്തിരി കടന്നപ്പോൾ തന്ത്രങ്ങളും കൂട്ടിക്കിഴിക്കലും ലാഭനഷ്ട കണക്കുകളും പേറി അധോലോകം കൂടുതൽ ഉയരത്തിലെത്തി. ദീർഘവീക്ഷണത്തിലൂടെ ശത്രുവിനെ മനക്കണ്ണിൽ കാണാനുള്ള കരുത്തുമായി സാഗറും. അയ്യോ അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ അയ്യോ, എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആരാ? എന്തിനാ എന്നെ തല്ലുന്നത്? ഞങ്ങൾക്കെതിരെ എഴുതുമല്ലേ? ഇനി ഒരു വാക്കെങ്ങാനും എഴുതാനുണ്ടോ? ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ. സാഗർ ഏലിയാസ് ജാക്കി. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ. താങ്ക് യു സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്താ പേര്? എന്റെ പേര് അശ്വതി വർമ്മ എന്നാ. ജേർണലിസ്റ്റ് ആണല്ലേ? അതെ സാർ. അണ്ടർവേൾഡ് കിങ് സാഗർ ഏലിയാസ് ജാക്കി, കുട്ടൂസൻ, ഡാഗിനി, മുത്തു, വിക്രമൻ. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ കഥകൾ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ കൈമടക്ക് കാണിച്ച് അല്ലേ? പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത്? ഇതിലെഴുതിയിരിക്കുന്ന ജാക്കിയെ അറിയാമോ? ഓ യെസ്, അറിയാം. ഓ, അത് ശരി. അയാൾ പറഞ്ഞതായിരിക്കും അല്ലേ? ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാനത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ. അശ്വതിക്ക് എന്തെങ്കിലും പറ്റിയോ? അവരൊക്കെ ആരാ? എനിക്കറിയില്ല സാർ. പിന്നെ എന്റെ ജോലി ഇതല്ലേ. ശത്രുക്കളുണ്ടാവാൻ അധിക നേരമൊന്നും വേണ്ടല്ലോ. അത്തരത്തിൽ ആരെങ്കിലും ആയിരിക്കാം. അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. സാറിനെ ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ, സാറിന് എന്താ ജോലി? എന്റെ ജോലി തൊഴിലുറപ്പ്. എന്നുവെച്ചാ? അല്ല, ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള തൊഴിലിനെ ഉറപ്പിക്കലാണല്ലോ ഈ തൊഴിലുറപ്പ്. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോൾ കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ. ചിലപ്പോൾ പണിയും ചിലപ്പോൾ പൊളിക്കും. ഓക്കെ. സോ യു ഗുഡ് നെയിം? Good name? Don't know whether it's a good name. I'm Jackie. Sagar Elias Jackie.
എവിടെ? ഞാനൊരു പെട്ടി തപ്പി ഇറങ്ങിയതാ. വിലപ്പെട്ട എൻ്റെ ഒരു പെട്ടി. സാഗർ എലിയാസ് ജാക്കി എന്ന ഈ പവർ ബ്രോക്കറിനെ കഥകളിൽ നിന്ന് ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടാക്കിയിരുന്നു. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. സാറിന്റെ ഈ ജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അറിയാനൊരാഗ്രഹം കൊണ്ട് ചോദിക്കുക കേട്ടോ. ജീവിതം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, അത് നമ്മൾ ആസ്വദിച്ചു തീർക്കണം. ഞാനൊരിക്കൽ ദൈവത്തിനോട് ചോദിച്ചു, ജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ദൈവം എന്നോട് പറഞ്ഞു, ജീവിതം എന്നത് നിന്റെ വീടാണ്. വീട്ടിലെ ഓരോ വസ്തുക്കളെയും നോക്കിയാൽ അവർ നിനക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. മേൽക്കൂര പറഞ്ഞു, ലക്ഷ്യം ഉയർന്നതാണ്. ക്ലോക്ക് പറഞ്ഞു, സമയം വിലപ്പെട്ടതാണെന്ന്. വിളക്ക് പറഞ്ഞു, മറ്റുള്ളവർക്കും പ്രകാശം പരത്തുക എന്ന്. കണ്ണാടി പറഞ്ഞു, നീ ആദ്യം നിന്നെ തന്നെ മനസ്സിലാക്കുക എന്ന്. ഇതുമാത്രമല്ല, ചിന്തിച്ചാൽ ഇതിലും ഒരുപാടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കാം. സാഗർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ തലമുറയ്ക്ക് പഥ്യമല്ല. അവരിപ്പോൾ മൊബൈൽ ഫോണിന്റെ അടിമകളാണ്. ഫോണും നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ട്. ഒരു തരത്തിൽ അവ നല്ലതുമാണ്, മറ്റൊരു തരത്തിൽ മോശവുമാണ്. ദുഃഖം ഡിലീറ്റ് ചെയ്തുകൊണ്ട് സന്തോഷം സേവ് ചെയ്യുക. നല്ല നല്ല ബന്ധങ്ങൾ റീചാർജ് ചെയ്യുക. എന്നിട്ട് നോക്കുക ജീവിതത്തിൻ്റെ റിംഗ് ടോൺ എത്ര മനോഹരമാണെന്ന്. അധോലോകം ഭരിക്കുന്ന സാഗറിന് ഈ അറിവുകളൊക്കെ എങ്ങനെ കിട്ടി? അതിന് വല്ലപ്പോഴും വാട്സപ്പിൻ്റെ മെസ്സേജൊക്കെ ഒന്ന് നോക്കുക. അതാണ് സാഗർ എലിയാസ് ജാക്കി. സാഗറിലെ ഈ വാക്കുകളിലെ വിശ്വാസം, പ്രതീക്ഷ ഒക്കെ എനിക്ക് സാഗറിനോട് വല്ലാത്ത ഇഷ്ടം തോന്നിപ്പിക്കുന്നു, ആരാധനയും. വിരലമർത്തിയാൽ നിന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ ഫോഴ്സിൽ വരെ അടിച്ചു. ജാക്കി എന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല. അങ്ങനെ സാഗർ കാത്തിരുന്ന ആ പെട്ടി കിട്ടിയല്ലേ? സാഗർ ഇത്രയും വർഷം കാത്തിരുന്ന ഈ 2 പെട്ടിക്കുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ. ഇതിലെനിക്ക് വിലമതിക്കാൻ പറ്റാത്ത 2 സാധനങ്ങളുണ്ട്. ഒരു പെട്ടിയിൽ നിറയെ കാശാണ്. ഈ കാശ് എന്താ സാഗറിന്റെ പ്ലാൻ? മഴത്തുള്ളികൾ പ്രളയ താണ്ഡവമാടി കടന്നു പോയപ്പോൾ കിടപ്പാടവും ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി മാറുന്നു. അവർക്ക് തുണയാകാൻ കഴിഞ്ഞാൽ അതിൽ പരം ഈശ്വര പൂജ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ കാശ് മുഴുവൻ ഞാൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനയായി നൽകുന്നു. ഇതിനകത്ത് എന്താ ജാക്കി? ജാക്കി? അതെ, ജാക്കി. ജാക്കി, ഇത് യാത്രയല്ലേ? കാറിടയ്ക്ക് നിന്ന് പോയാൽ എന്നെ സഹായിക്കുന്നത് ഇവനാണ് സാഗർ എലിയാസ് ജാക്കി. See you. എനിക്കിവിടെ നിൽക്കാവോ? നിൽക്കല്ലേ? ഹോ, ഞാൻ ലാലേട്ടൻ ഫാനിൽ നിന്ന് മാറി ഇപ്പം ആഷിഖിന്റെ ഫാനായിട്ട് മാറിക്കഴിഞ്ഞു. ആ ഒരു എൻട്രി ഒക്കെ കറക്റ്റ് ലാലേട്ടൻ കയറി വരുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ തോക്ക് പിടിച്ചതും എല്ലാം, ആ ഒരു ആ ഒരു ടൈമിങ് അത്രയും അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തു. അതുപോലെ തന്നെ കൂടെ പെർഫോം ചെയ്ത എല്ലാവരും, ആ ഒരു കോർഡിനേഷൻ എല്ലാം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അമ്മു, എനിക്ക് ഒന്നും പറയാനില്ല. കാരണം പെർഫോമൻസിൽ ടി വിയിൽ വരുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അവസാനം ഇങ്ങനെയായിരുന്നു ഫ്രണ്ടിൽ വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ലാലേട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഷോൾഡർ ഇങ്ങനെ, അതുപോലും ലൈക്ക് കറക്റ്റായിട്ട് ചെയ്തു. എല്ലാവരും കൂടെ പെർഫോം ചെയ്ത എല്ലാവരും. ആരാണ് അത് കൊറിയോഗ്രാഫ് ചെയ്തത്? സൈജു സാർ. മാസ്റ്ററിന് ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടതാണ് ശരിക്കും. കാരണം കുറേ നല്ല മെസ്സേജും ഉണ്ടായിരുന്നു, കുറേ നല്ല ഫണ്ണി എലമെൻസും ഉണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇമിനി ബെല്ലൂർ ഫാൻ്റെ ശരിക്കും ഒരു ഹിസ്റ്ററിയിലൊരു ഗോൾഡൻ പെർഫോമൻസ് തന്നെയായിരിക്കും ആഷിഖ്. വെരി വെൽ ഡൺ, വെരി വെൽ ഡൺ.